അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പില് 2 കപ്പ് പച്ചരിപ്പൊടി ഇട്ട് കൊടുക്കുക. പച്ചരിപ്പൊടി എന്ന് പറയുമ്പോൾ വറുത്ത പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒട്ടും തരിയൊന്നും ഇല്ലാത്ത നല്ല ഫൈൻ പൗഡർ ആയിരിക്കണം. ഇടിയപ്പം, പത്തിരി, അപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പുട്ടുപൊടിയൊന്നും എടുക്കരുത്. പുട്ടുപൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ശരിയായി കിട്ടില്ല. ഇതുപോലത്തെ ഒരു അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസിന്റെ അളവിന് മാവും വെള്ളമൊക്കെ അളന്നിട്ടെടുക്കുക. അപ്പൊ 250 ml കപ്പിന് 2 കപ്പ് വറുത്ത പച്ചരിപ്പൊടി ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പാക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പൊടിയായാലും കുഴപ്പമില്ല. നമ്മൾ വീട്ടിൽ വറുത്ത് പൊടിച്ച് എടുക്കുന്ന അരിപ്പൊടിയായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ വീട്ടിൽ വറുത്ത് പൊടിച്ചെടുക്കുന്ന അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ചെറിയ തരികൾ ഉണ്ടാവും. അതെല്ലാം നല്ലതുപോലെ അരിച്ചെടുത്തിട്ട് വേണം മാവ് എടുക്കാനായിട്ട്. അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള മാവില് ഒട്ടും തരിയൊന്നുമില്ല, നല്ല ഫൈൻ ആയിട്ടുള്ള പൗഡറാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തതാണ്. മെൽറ്റ് ചെയ്തിട്ട് അതിന്റെ ചൂടൊക്കെ മാറിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് ബട്ടർ ഇട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പാൻ നല്ലതുപോലെ ഒന്ന് ചൂടായതിനു ശേഷം ഫ്ലെയിം ഓഫ് ആക്കുക. എന്നിട്ട് ബട്ടർ ഒന്നിട്ട് ആ ചൂടിൽ കിടന്നതിനെ ബട്ടർ ഒന്ന് മെൽറ്റ് ആയിക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളത്തിന്റെ മുകളിൽ ഒരു ബൗൾ വെച്ചിട്ട് ബട്ടർ ഇട്ട് കൊടുത്ത് മെൽറ്റ് ചെയ്തെടുത്താലും മതി. ഇതിലിരിക്കുന്ന ബട്ടർ എടുത്ത് അതിന്റെ തണുപ്പ് മാറി ബട്ടർ ഒന്ന് സോഫ്റ്റ് ആവുന്ന സമയത്ത് ആ ബട്ടർ വേണമെന്നുണ്ടെങ്കിലും ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പൊ ബട്ടറിന് പകരം നെയ്യോ എണ്ണയോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈവച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ വെളുത്തുള്ളി പേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. വെളുത്തുള്ളി പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. നമ്മളിതിൽ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ മാവും ഉപ്പും ബട്ടറും അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി മാവ് നമുക്ക് കലക്കി എടുക്കണം. അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ അളന്നെടുത്തിട്ടുള്ളത് അതേ കപ്പിന്റെ അളവിൽ തന്നെയാണ് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഗ്ലാസ്സിലാണ് മാവ് അളന്നെടുക്കുന്നതെങ്കിൽ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കപ്പിലായതുകൊണ്ട് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ആദ്യം ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയിട്ട് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പൊ നിങ്ങളിത് 1 കപ്പ് അരിപ്പൊടിയിലാണ് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ഒഴിക്കേണ്ടത്. ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ബാക്കി വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടകളൊന്നുമില്ല. ഈ ഒരു രീതിക്കാണ് ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമ്മൾ കലക്കിയെടുത്ത മാവ് ഒരു കടായിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഒന്നും ഓണാക്കിയിട്ടില്ല. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഞാനിപ്പോ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് ഇടികല്ല് വെച്ചിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ്. പെരിഞ്ജീരകമല്ല, ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ജീരകത്തിന് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ പൊടി ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന അയമോദകമാണ്. അയമോദകം ഈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിരുമിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇടികല്ല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ അയമോദകം ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു മണവും ടേസ്റ്റും ഒക്കെ ഇതിന് കിട്ടും. അയമോദകം ഉണ്ടെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാവരുടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കരുത്. എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഇപ്പൊ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ച് കൊടുക്കുക. കൈവിടാതെ ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കാം. ഇതുപോലെ ചെറിയ ചെറിയ കട്ടകൾ പോലെ വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. വീണ്ടും കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടും. ഇങ്ങനെ ചെയ്തിട്ടെടുക്കുമ്പോൾ കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. കൈവേദനയ്ക്ക് ഒന്നും ചെയ്യില്ല. മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്തിട്ടെടുക്കുമ്പോൾ. അതുപോലെ തന്നെ വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെന്നോ കൂടി പോയിട്ടുണ്ടെന്നോ അങ്ങനത്തെ ഒരു പ്രശ്നവും വരുന്നില്ല. അതായത് ഇതുപോലെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. അപ്പൊ എള്ളും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാനിൽ നിന്ന് ഇതുപോലെ ഉരുണ്ട് വരും. അതാണ് ഇതിന്റെ പരുവം. അപ്പൊ കണ്ടില്ലേ, കറക്റ്റ് പാകത്തിനുള്ള വെള്ളമാണ്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യോ ബട്ടറോ എണ്ണയോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതുപോലെ പാനിൽ നിന്ന് നമുക്ക്
ബോൾ പോലെ ഉരുണ്ട് കിട്ടണം. ഈ ഒരു സമയം നമുക്ക് ഈ പാൻ നല്ല ചൂടാണ്, ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ തയ്യാറാക്കി എടുത്ത മാവ് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പം നല്ല ചൂടാണ്, ആ ചൂടോടുകൂടി തന്നെ ബൗളിലേക്ക് മാറ്റുക. ഇനി മാവ് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കും. ഇതിന്റെ ചൂട് ജസ്റ്റ് ഒന്ന് മാറുന്ന വരെ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂടി വെക്കുകയാണ്. ഒരു കോട്ടൺ ടവലോ കോട്ടൺ തുണിയോ വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കുക. നിങ്ങൾ മൂടി വെച്ചിട്ട് മൂടി വെക്കാവുന്നതാണ്. നമ്മൾ മൂടി വെച്ചിട്ട് മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ചൂട് കൊണ്ട് നീരാവി വീണിട്ട് മാവ് വീണ്ടും ലൂസ് ആവും. അപ്പൊ അതുകൊണ്ടാണ് കോട്ടൺ തുണി വെച്ച് മൂടി വെക്കാൻ പറയുന്നത്. കോട്ടൺ തുണി വെച്ച് മൂടുമ്പോൾ അങ്ങനെ നീരാവി ഒന്നും വീഴില്ല. ഇനി കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ ഇതിന്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഒരു 8 മിനിറ്റ് വെച്ചാൽ മതിയാവും. നമ്മൾ മാവ് തൊട്ട് നോക്കുന്ന സമയത്ത് മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. മാവില് വെള്ളമൊന്നും വീണിട്ടില്ല. അപ്പൊ കുറച്ചും കൂടെ കട്ടിയായി നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മാവ് കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ നമ്മൾ മാവ് കാട്ടിയെടുക്കുന്ന സമയത്ത് കുഴച്ച് ആ ചൂടോടുകൂടി തന്നെ കുഴച്ചെടുത്താൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇങ്ങനെ ചെയ്തിട്ടെടുക്കുമ്പോൾ കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാവ് ഇരിപ്പുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ച് മാവ് എടുക്കുക. ഒരു സേവനാഴി എടുക്കുക. സേവനാഴിയുടെ ഉള്ളിലൊക്കെ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ ചില്ലാണ് വേണ്ടത്. ഇതുപോലത്തെ സ്റ്റാറിന്റെ ചില്ലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലും എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മാവ് നിറച്ചു കൊടുക്കാം. മാവ് സേവനാഴിയുടെ ഒരു 3/4 ഭാഗത്തോളം നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സേവനാഴി ഒന്ന് അടച്ചു കൊടുക്കാം. ഇനി ഇത് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു വാഴയിലാണ് എടുത്തിട്ടുള്ളത്. വാഴയിലുണ്ടെന്നുണ്ടെങ്കിൽ വാഴയിൽ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് എണ്ണ തടവിട്ട് അതിൽ പിഴിഞ്ഞൊഴിച്ചു കൊടുത്താലും മതി. വരുന്ന മാവ് ടവൽ കൊണ്ട് മൂടി വെച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മാവ് ഡ്രൈ ആയി പോവും. ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് പിഴിഞ്ഞൊഴിക്കാം. മാവൊന്നും കണ്ടില്ലേ, പൊട്ടിപ്പോവാതെ കറക്റ്റ് പാകത്തിന് മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എത്ര വേണോ, നമുക്ക് വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വലുതായിട്ട് പിഴിഞ്ഞൊഴിക്കാം, ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പിഴിഞ്ഞൊഴിക്കാം. ഇപ്പൊ ലാസ്റ്റിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് പിരിഞ്ഞു പോകും. ഇത്രയും പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഞാൻ വേറെ രീതി കാണിച്ചു തരാം. ഇതുപോലത്തെ ഒരു കണ്ണാപ്പയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണോ എടുക്കുക. അതിൽ എണ്ണ ഒന്ന് തേച്ചു കൊടുക്കുക. ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രം എണ്ണ തേച്ചു കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക. എത്രയാണോ നിങ്ങൾക്ക് വലിപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ട് പിഴിഞ്ഞൊഴിച്ചു കൊടുത്താൽ മതി. ബാക്കി വരുന്ന ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു വെച്ചു കൊടുക്കുക. ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായ ശേഷം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ വാഴയില റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. നമ്മൾ ഇത് ഇട്ട് കൊടുത്ത ഉടനെ ഇളക്കി കൊടുക്കരുത്. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ 2 വശവും നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല. മാവ് കുഴച്ച് ബുദ്ധിമുട്ടാതെ മാവ് കോരി ഒഴിച്ച് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അരിമുറുക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഉഴുന്ന് വേണ്ട, കടലപ്പൊടി വേണ്ട, വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി. അപ്പൊ നല്ല ക്രിസ്പിയാണ്, അടിപൊളി ടേസ്റ്റ് ആണ്.
ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്